തിയോളജിയന്മാർ കൊരുത്തെടുത്തതല്ല, പാരമ്പര്യത്തിൽ നിന്നും നമ്മൾ അടർത്തിയെടുത്തതുമല്ല. ഉപദേശം എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവത്തിൻ്റെതാണ്. കർത്താവ് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു, എന്റെ ഉപദേശം അത് എന്റേതല്ല, എന്നെ അയച്ചവന്റേതാണ്. ഒരു വാക്യോടൊന്ന് ചേർത്ത് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 13:12 ഒന്ന് വായിക്കാമോ? 13:12. അപ്പോസ്തല പ്രവൃത്തി 13:12. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. കർത്താവിന്റെ ഉപദേശത്തിൽ കണ്ട, the doctrine of the Lord, കർത്താവിന്റെ ഉപദേശം. നമ്മള് ഈ ഉപദേശത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ കർശനമായിട്ട് പറയുമ്പോൾ ഞങ്ങളൊക്കെ നേരിടുന്ന ഒരു വിഷയമാണ്. ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഉപദേശിമാരുണ്ടാക്കിയതല്ലേ, ഞങ്ങൾക്ക് ദൈവവചനം മതി. അയ്യോ, ഈ ദൈവവചനം തന്നെയാണ് ഉപദേശം. അപ്പൊ പിന്നെ എന്തിനാ ഈ രണ്ടുപേര് പറയുന്നത്? അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ദൈവവചനം എന്ന് പറയുന്നത് പല സംഭവങ്ങളുടെ ക്രോഡീകരണമാണ്. അതിനകത്ത് സംഭവങ്ങൾ കാണാം, വെളിപ്പാടുകൾ കാണാം, ചരിത്രമുണ്ട്, സാഹിത്യമുണ്ട്. അതിങ്ങനെ എഴുതി പോരുകയാണ്. ഞാൻ അതിലേക്ക് വന്നോളാം. ദൈവവചനത്തിന്റെ ഉദ്ദേശം ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെടുത്തുക എന്നുള്ളതാ. തെളിവുണ്ടോ? ഞാൻ തരാം. ദൈവവചനത്തിന്റെ ഉദ്ദേശം എന്താ? എന്തിനാ ഈ ദൈവവചനം? ദൈവം നമുക്ക് ഈ ബൈബിൾ തന്നത് എന്തിനാണ്? ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ, അത് നാം രക്ഷിക്കപ്പെടേണ്ടതിനാ. വായിച്ചു, വേണേ വാക്യം ഒന്ന് വായിച്ചു. 1-2 തീമോത്തിയോസ് 3-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 3:14. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്റെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് മനപ്പാഠം ഈ വാക്യം പഠിച്ചിരിക്കണം. എന്തിനാണെന്നറിയാമോ? ഇനി നമുക്ക് സ്വർഗത്തിൽ പോകാനല്ല കേട്ടോ, അത് ദൈവകൃപയാ പൊക്കോളും. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് നമ്മളങ്ങ് ചെന്നോളും. പക്ഷെ ഇനി ഇവിടെ വെച്ച് പലരും നമ്മുടെ പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന്റെ മർമ്മം എന്താണെന്നും അതിന്റെ അടിസ്ഥാനം എന്താണെന്നും ഒക്കെ നമ്മളോട് ചോദിക്കും ഓരോരുത്തരെയും. അപ്പൊ അവരോട് മറുപടി പറയണം. 2, ഇതൊക്കെ പഠിച്ചെങ്കിലേ ഫലപ്രദമായി സുവിശേഷം മറ്റുള്ളവരോട് പറയാനും കഴിയും. 3, നിത്യതയിലെത്തണമെങ്കിൽ ക്രമീകൃതമായ വചനം അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ പഠിച്ചിരിക്കണം. എങ്കിലേ ഈ ലോക ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയും. അതുകൊണ്ടുകൂടി ഈ വചനം പഠിക്കുന്നത് കേട്ടോ. യേശുക്രിസ്തു രക്ഷിതാവാണെന്നും ഞാൻ പാപിയാണെന്നും യേശു ദൈവമാണെന്നും യേശുവിന്റെ ക്രൂശ് മരണം എന്റെ പാപത്തിന് വേണ്ടിയാണെന്നും നാം വിശ്വസിച്ചാൽ നാം രക്ഷിക്കപ്പെടും. ആ രക്ഷയ്ക്ക് ജ്ഞാനിയായ തിരുവെഴുത്ത്, ജ്ഞാനിയാക്കുന്ന തിരുവെഴുത്ത് ഉണ്ടോ? അപ്പോ നമ്മളെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുക, അതാണ്. നിങ്ങൾ അത് പ്രത്യേകം കുറിച്ചിട്ട് വേണം കേട്ടോ. വേണമെങ്കിൽ അങ്ങനെ ഒരു ടൈറ്റിലോട് എഴുതിക്കോ, ദ പേർപ്പസ് ഓഫ് ദ ബൈബിൾ. വേദപുസ്തകത്തിന്റെ ഉദ്ദേശം. ഇപ്പോഴും പലർക്കും അറിയത്തില്ല വേദപുസ്തകത്തിന്റെ ഉദ്ദേശം എന്താണ്. ഇന്ന് പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഐഡന്റിറ്റി കാർഡ് സൂക്ഷിച്ചു വെക്കാനും ആശുപത്രിയിലെ കാർഡ് എടുത്തു വെക്കാനും. കാരണം വേറെ പിള്ളേരാരും എടുത്തോണ്ട് പോകാതിരിക്കാൻ. വീട്ടിലാകെ ആരും എടുക്കാത്തൊരു സാധനം ഇതേ ഉള്ളല്ലോ, ബൈബിളേ. പിള്ളേർ തുറക്കുകയല്ല. അപ്പൊ പിന്നെ അങ്ങനെ വളരെ ഗൗരവമുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു അറയാണ് ഇപ്പം നമ്മുടെ വേദപുസ്തകം അല്ലെ. ഐഡന്റി കാർഡ് സൂക്ഷിച്ചു വെക്കുക, കാരണം അതിൽ നിന്ന് പിള്ളേർ എടുത്തോണ്ട് പോകുക. പിള്ളേരത് തൊടുക പോലും വീട്ടിലാരും എടുക്കുകയല്ലോ, നമ്മളും എടുക്കുകയല്ലോ. അപ്പൊ പിന്നെ ഇതിനകത്ത് വെച്ചേക്കാം അല്ലെ. ചിലക്ക് ഇതൊരു മാന്ത്രിക പുസ്തകമായിട്ടായിരിക്കുന്നത്. പേടി തോന്നുമ്പം തലയിണക്കീഴ് എടുത്ത് വെച്ചുകൊണ്ട് കിടക്കുക.
അല്ലെ? പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ സമുദായക്കാര് കാണിക്കുമായിരുന്നു. ഗർഭിണികൾ ഉറങ്ങുന്നതിന്റെ തലയിണയുടെ കീഴെ ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് വെക്കും. എന്തിനാണെന്നറിയാമോ? പോരാട്ടങ്ങളൊന്നും ശത്രു ഒന്നും വരാതിരിക്കാൻ, പിശാച് അടുക്കാതിരിക്കാൻ ഗർഭിണികളുടെ തലയുടെ കീഴെ ഇത് വെക്കുന്ന പിതാക്കന്മാര് നമുക്കുണ്ടായിരുന്നു. സമുദായത്തിലായിരുന്നപ്പോഴേ, സമുദായക്കാരായിരുന്നപ്പോ പിതാക്കന്മാർ അങ്ങനെ ചെയ്യുമായിരുന്നു. ചിലക്കിതൊരു മാന്ത്രിക പുസ്തകമാണ്. അവരങ്ങനെ ഇത് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? മറ്റു പലതിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. സത്യം ചെയ്യാൻ നമ്മളിത് വേദപുസ്തകം ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ് പലർക്കും ഉദ്ദേശം. പക്ഷേ ഇതൊന്നുമല്ല വേദപുസ്തകത്തെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന ഏക കാരണം, പ്രത്യേകം ശ്രദ്ധിക്കണേ, പല കാരണങ്ങളില്ല, ഒറ്റ കാരണം, ഒറ്റ ലക്ഷ്യം, പല ലക്ഷ്യങ്ങളില്ല. അപ്പൊ നിങ്ങളോട് ആരോടെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ബൈബിൾ? വേദപുസ്തകത്തിന്റെ ഉദ്ദേശം എന്ത്? നിങ്ങൾ ആകപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും തട്ടി മൂളിക്കരുത്. നിങ്ങൾ ആലോചിച്ച് പറയാനിരിക്കരുത്. ജസ്റ്റ് ഓപ്പൺ ദ ബൈബിൾ. വേദപുസ്തകം തുറക്കുക. 2 തീമോത്തിയോസ് 3-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിച്ചു. നിങ്ങൾ ചോദിച്ചതിന്റെ ഉത്തരം വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. നിങ്ങളെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ പര്യാപ്തമായ തിരുവെഴുത്ത്. ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്, തിരുവെഴുത്ത്. മനസ്സിലായോ? വചനം കൂടാതെ ആരും രക്ഷിക്കപ്പെടുന്നില്ല. അങ്ങനെ പത്രോസിന്റെ ലേഖനത്തിൽ ഭാര്യയുടെ നല്ല നടപ്പ് കണ്ട് ഭർത്താവ് അഭക്തനാണെങ്കിൽ ഭാര്യയുടെ നല്ല നടപ്പ് കണ്ട് വചനം കൂടാതെ അവൾ ചേർന്ന് വരുമെന്നൊരു വാക്യമുണ്ട്. അത് ഈ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. 3-ന്റെ 1 വായിച്ചേ. അത് തെറ്റിദ്ധരിക്കരുത്. അതിനാണ്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ, അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാവും. ഇവിടെ തെറ്റിദ്ധരിക്കരുത്. ആ വാക്യം സത്യത്തിൽ വചനം കൂടാതെ എന്നല്ല, വാക്കുകൾ കൂടാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാതെ. അത് മനസ്സിലായോ? ഈ ലോഗോസ് എന്നൊരു പദം നമുക്ക് പറ്റി തന്നെ അറിയോ? എവിടെ ലോഗോസ് കണ്ടാലും അതിനെല്ലാം വചനം അങ്ങ് തർജ്ജമ ചെയ്യും. ഈ വചനത്തിന് വാക്കുകളില്ലേ, അതും ലോഗോസാണ്. വേദപുസ്തകം മാത്രമല്ല, വേദപുസ്തകം എന്തുകൊണ്ടാണ് വചനമായി ചേർന്നത്? അത് ദൈവത്തിന്റെ വാക്കായതുകൊണ്ടല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞ പത്രോസ് ഇത്രയും പറഞ്ഞോളെ, ഇവിടെ വചനം കൂടാതെ ആരെങ്കിലും രക്ഷിക്കപ്പെടുകയില്ല. വചനം കൂടാതെ ഒരു വ്യക്തിയും രക്ഷിക്കപ്പെടുകയില്ല. ദൈവത്തിന്റെ വചനത്താലാണ് രക്ഷിക്കപ്പെടലുണ്ടാകുന്നത്. അതിന് 1 പത്രോസ് 1-ന്റെ 23 വായിച്ച് 1 പത്രോസ് അതിന്റെ മുകളിൽ തന്നെ കിടപ്പുണ്ട് ആ വാക്യം. തെറ്റിദ്ധരിക്കാതിരിക്കാനാണ്. കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഉണ്ടോ? നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ ദൈവകൃപയിൽ വന്നത് കെടുന്ന ബീജത്താലല്ല, പിന്നെ കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നമ്മൾ വീണ്ടും ജനിച്ചു. അപ്പൊ ദൈവവചനമാണ് നമ്മളെ രക്ഷയിലേക്ക് നടത്തിയത്. വചനം കൂടാതെ ആരും രക്ഷിക്കും. അപ്പൊ പിന്നെ പത്രോസ് പിന്നെ ഇതെന്നാ പറഞ്ഞിരിക്കും. അപ്പൊ അതാണ് നമ്മള് ഇത് വേദപുസ്തകം താർക്കികമായി വായിക്കുന്ന, ക്രിട്ടിക്കലായിട്ട് ക്രിട്ടിസൈസ് മൈൻഡോടെ വായിക്കുന്നവർക്ക് ഇത് 3-ാം അധ്യായത്തിൽ വന്നപ്പോ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ഭർത്താക്കന്മാര് രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഭാര്യമാര് അവരോട് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചു. നിങ്ങൾ ഈ യോത്തിന് വാ, നിങ്ങൾ എന്നാ മനുഷ്യനാ, നിങ്ങൾക്ക് ദൈവത്തെ വേണ്ട, ദേവനും വേണ്ട, നിങ്ങൾക്ക് ആരും പേടിയില്ല, ഒരു ദിവസം ദൈവം ഒരു പിടുത്തം പിടിക്കും, അന്ന് പന്നി വെടികൊണ്ട പോലെ നീ മുകളിലോട്ട് നോക്കും, ഇയാൾ കണ്ടു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അയ്യോ, ഇങ്ങനെയൊന്നും ഭർത്താവിനോട് പറഞ്ഞേക്കല്ലേ.
നിങ്ങൾ ഈ പറയും തോറും അവൻ അകന്നകന്നു പോകുകയാ ചെയ്യുന്നത്. കർത്താവിനെ അറിയാനുള്ള സാധ്യതകൾ നഷ്ടപ്പെട്ടു പോവുകയാ ചെയ്യുന്നത്. പലരും അങ്ങനെ ചെയ്യുന്നത്. രക്ഷിക്കപ്പെടാത്ത ഭർത്താക്കന്മാരാരെങ്കിലും ഉണ്ടോ ഇവിടെ? അങ്ങനെ ഭാര്യമാരുണ്ടോ? അങ്ങനെയുള്ളവരുടെ ഭാര്യമാര് ഉണ്ടെങ്കിൽ അബദ്ധം കാണിക്കരുത് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ്, അവരുടെ മുൻപിൽ വിശുദ്ധിയോടും ദൈവഭയത്തിലും നിങ്ങൾ ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, അങ്ങനെ വചനം കൂടാതെ എന്ന് പറഞ്ഞ ഈ വാക്കും വർത്താനവും കൂടാതെ, അതാ അവിടെ എഴുതിയിരിക്കുക. സത്യത്തിൽ ലോഗോസ് തന്നെയാ, പക്ഷേ സന്ദർഭം അനുസരിച്ച് വേണം നമ്മൾ തർജ്ജമ ചെയ്യാൻ. ഇതാ പറ്റിയത്. അല്ലാതെ ദൈവവചനം കൂടാതെ ഒരാൾ രക്ഷിക്കപ്പെടുമെന്ന് വേദപുസ്തകത്തിൽ വ്യവസ്ഥയില്ല. കാരണം നമ്മൾ മൂളി വായിച്ചു, പത്രോസ് തന്നെ അത് പറഞ്ഞിരിക്കുന്നുണ്ട്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചു. അപ്പൊ വചനമാണ് ഒരാളെ രക്ഷയിലേക്ക് നടത്തുന്നത്. പിന്നെ താഴെ പറഞ്ഞിരിക്കുന്ന വചനം എന്ന് പറഞ്ഞാൽ വാക്കും വർത്താനവും കൂടാതെ എന്ന് നമുക്ക് വേണേൽ പറയാം. വാക്കുകൾ കൂടാതെ, ശകാരങ്ങൾ കൂടാതെ. രക്ഷിക്കപ്പെടാത്തൊരു ഭർത്താവുണ്ട്, ഭാര്യ പറയുന്നത് തെറ്റല്ല, എന്റെ കൂടെ ആരാധനയ്ക്ക് വാ, നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പോകാം, നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്നൊക്കെ സ്നേഹത്തോടെ പറയാം. പക്ഷെ അലട്ടരുത് കേട്ടോ, അടവാനിട്ട് അലട്ടരുത്. പിന്നെ നമ്മുടെ ടോൺ മാറി, നമ്മളവരെ ശപിച്ചും മുടിച്ചും രാഗാനും തുടങ്ങി. എൻ്റെ കൂടെ വരുന്നില്ല, ഇവിടെ കിടന്ന് കളിക്കുന്ന കളി കണ്ടില്ലേ, നിങ്ങളും കൂടെ വരാഞ്ഞിട്ടാണ്. പാസ്റ്റർ പല പ്രാവശ്യം പറഞ്ഞു ഇവിടെ ചില ബന്ധനം കിടപ്പുണ്ട്, അത് കുടുംബമായിട്ട് വന്നെങ്കിലേ മാറും. ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയ ഏത് ഭർത്താവാ? ഇവിടെ ഒരു പോലീസും വരികയില്ല ദൈവത്തിലെ. അപ്പൊ ഇതാ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ഭാര്യമാര് പ്രത്യേകം ഓർക്കണം, രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഭർത്താക്കന്മാരുണ്ടെങ്കിൽ, നിങ്ങൾ ഭാര്യമാരുണ്ടെങ്കിൽ, ഭർത്താക്കന്മാരുടെ ഭാര്യമാരുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട. 1, 2, 3 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു, അലട്ടാതെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വിശുദ്ധ ജീവിതവും നിങ്ങളുടെ ഭയഭക്തിയും കാണാൻ തുടങ്ങുമ്പോൾ കണ്ടോ, വാക്കും വർത്താനവും, അല്ലാതെ വേദപുസ്തകം കൂടാതെ എന്നല്ല, വാക്കും വർത്താനവും കൂടാതെ അവർ നിന്നോട് ചേർന്ന് വരും. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണിക്കാനുണ്ടല്ലേ, എത്രയോ ഉദാഹരണങ്ങൾ. സ്ത്രീകളുടെ ആ ഭയഭക്തിയും അവരുടെ ആ സ്നേഹവും അവരുടെ ആ കരുതലും. ഭർത്താവ് വഴക്ക് പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ശാന്തമായിട്ടിരുന്ന് ഭയഭക്തിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇവളി പോകുന്നത് തന്നെയാ ശരി. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഇതാണ്, വേദപുസ്തകം വചനം കൂടാതെ ആരും രക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നിങ്ങളുടെ കുറിപ്പിലോ വേദപുസ്തകത്തിലോ നിങ്ങൾ കുറിച്ചിടണം, ദ പേർപ്പസ് ഓഫ് ദ ബൈബിൾ. വേദപുസ്തകത്തിന്റെ ഉദ്ദേശം അഥവാ തിരുവെഴുത്തുകളുടെ ഉദ്ദേശം ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ കേട്ടോ, ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിങ്ങൾ രക്ഷിക്കപ്പെടുക. ചിലരെ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഒരു മാന്ത്രിക പുസ്തകം അവർ ഓർത്തിരിക്കുന്ന ലോകത്തിലുള്ള എല്ലാ കാര്യവും വേദപുസ്തകത്തിലുണ്ടെന്ന് പറയുന്ന ചിലരാണ്. അതിനുള്ളതല്ല വേദപുസ്തകം. ലോകത്തിലുള്ള സർവ്വകാര്യവും കുറിച്ചു വയ്ക്കാനുള്ളതല്ല വേദപുസ്തകം. എന്നോടൊരാൾ ഒരിക്കലും ഒരു സഹോദരൻ പറഞ്ഞു, വസുവേ വേദപുസ്തകത്തിൽ ഇല്ലാത്തതൊന്നുമില്ല, ലോകത്തിലുള്ള സകല കാര്യവും വേദപുസ്തകത്തിലുണ്ട്. ഞാൻ പറഞ്ഞു, അയ്യോ എനിക്കറിയത്തില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, മഹാത്മാഗാന്ധിയുടെ പേര് വരെ ഉണ്ടെന്ന് പറഞ്ഞു വേദപുസ്തകത്തിൽ. ഞാൻ ഇത്രയും കാലമായിട്ടും അത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, അത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ക്ലാസ് കണ്ടിട്ടില്ല. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ പേജിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, മഹാത്മാഗാന്ധി റോഡ്, ബാംഗ്ലൂർ. മഹാത്മാഗാന്ധിയുടെ പേര് വരെ വേദപുസ്തകത്തിലുണ്ടെന്ന് ഞാൻ നമിച്ചുപോയി ആ സഹോദരനെ. ചിലരോർത്തിരിക്കുന്ന ലോകത്തിലുള്ള സകല കാര്യവും കുത്തിക്കുറിച്ച് വെക്കുന്ന പുസ്തകമായി വേദപുസ്തകമാണ്. ഒരു മാന്ത്രിക പുസ്തകം അല്ല. വേദപുസ്തകത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചരിത്രം മുഴുവനില്ല, സാഹിത്യം മുഴുവനില്ല, തത്വചിന്ത മുഴുവനൊന്നുമില്ല, പ്രവചനം മുഴുവനില്ല, എല്ലാം ഉണ്ട് അതിന്റെ അളവിൽ. പക്ഷെ ഇതിന്റെ ഉദ്ദേശം എന്താണ്? നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാകും. ഈ വേദപുസ്തകം വായിക്കുന്ന വ്യക്തി രക്ഷിക്കപ്പെടാൻ, യേശുവിലൂടെയുള്ള രക്ഷ കരഗതമാക്കാൻ
ഇടയായി. അതാ വേദപുസ്തകം. അതുകൊണ്ട് ഈ വേദപുസ്തകത്തിൽ നിന്നും നാം അടുക്കിപ്പെറുക്കിയെടുക്കുന്നതാണ് ഉപദേശം. അത് ഉപദേശവും വേദപുസ്തകം രണ്ടല്ല. ഇപ്പൊ ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മൾ പറയുകയാണ് രക്ഷ. വേദപുസ്തകം വായിക്കുന്നവർക്ക് രക്ഷയെക്കുറിച്ചുള്ള വാക്യങ്ങൾ പലയിടത്ത് കിടപ്പുണ്ട്, പലയിടത്താ കിടക്കുന്നത്. സത്യത്തിൽ അതിന്റെ മൂലരൂപം നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ ചേരണം, അല്ലേ? അതുകൊണ്ടാണല്ലോ പഴയ നിയമം കൂടെ ഇപ്പോഴും നമുക്ക് തന്നിരിക്കുന്നത് ദൈവം. ചിലർ പറയുന്നത് പുതിയ നിയമസഭയ്ക്ക് പഴയ നിയമം വേണ്ടെന്ന. അല്ലല്ല, ഞാനത് വരാം. ഉപദേശം എങ്ങനെ ക്രോഡീകരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാൻ പറഞ്ഞോളാം. അപ്പൊ സത്യം പറഞ്ഞാ നമ്മൾ ലേവ്യ പുസ്തകത്തിൽ ചെല്ലണം. രക്ഷയുടെ ഉദ്ദേശം എങ്ങനെയാണ് രക്ഷ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മള് അല്ല ലേവ്യ പുസ്തകമല്ല, ഉൽപ്പത്തി തുടങ്ങുക. അത് ഉൽപ്പത്തിയിൽ തുടങ്ങുക, അവിടെ മുതൽ നമ്മൾ പഠിച്ചു വരണം. അപ്പൊ എന്ത് ചെയ്യും? രക്ഷയെക്കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തി അവിടെ മുതൽ അത് സംബന്ധമായ വാക്യങ്ങൾ ഒരുമിച്ചെടുത്ത് പഠിക്കും. രക്ഷ. നമുക്ക് ദൂതന്മാരെ കുറിച്ച് അറിയണം. ദൈവത്തിന്റെ ദൂതന്മാർ എല്ലായിടത്തും പറഞ്ഞിട്ടില്ല, വേദപുസ്തകത്തിൽ പലയിടത്താ ദൈവദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത്തരം വാക്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് പരസ്പരം ചേർത്ത് വെച്ച് നമുക്ക് പഠിക്കണം. അതാ ഉപദേശം. ദ ഡോക്ട്രിൻ ഓഫ് ഏഞ്ചൽസ്, അതിനെ വിളിക്കുന്നതാണ് ദൂതശാസ്ത്രം, ദൂത ഉപദേശം. മനുഷ്യനെ കുറിച്ച് പഠിക്കണം. മൊത്തം മനുഷ്യനെ കുറിച്ചല്ല, പല കാര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരും, എന്നിട്ടത് ഒരുമിച്ച് പഠിക്കുന്നു. അതിനെയാണ് നരവംശാസ്ത്രം, ആന്ത്രോപോളജി എന്ന് പറയുന്നത്. മനുഷ്യവംശത്തെ കുറിച്ചുള്ള പഠനം. അപ്പൊ അത് നമ്മൾ എടുക്കുന്ന വേദപുസ്തകത്തിൽ തന്നെയാ. അപ്പൊ അടുക്കിപ്പെറുക്കുക. വേദപുസ്തകത്തിലെ വിഷയങ്ങൾ നമ്മൾ ഒരുമിച്ചൊന്നും ക്രോഡീകരിക്കുക. അതാ ഉപദേശം. ഉപദേശം എന്ന് പറഞ്ഞാൽ ബൈബിള് തന്നെയാ, ബൈബിളിൽ തന്നെയാ ഉപദേശം. നിങ്ങൾ ആ വാക്യത്തിന്റെ താഴോട്ട് വായിച്ചാൽ അത് കുറെ കൂടെ വ്യക്തമാകും. രക്ഷജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുകയും നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ഇത് തിമോഥെയോസിനെ വ്യക്തിപരമായി പറയുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞേച്ചേ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. അടുത്ത വാക്യം. നിങ്ങൾ ഒരാൾ വാക്യം വായിക്കാനോട് ഒന്ന് തയ്യാറായിരിക്കണേ. മൊത്തം കറണ്ടുപോയോ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്യം ഏതാ? ഇദ്ദേഹം വായിക്കുന്ന വാക്യം ഏതാ? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമായാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. കണ്ടോ? ഉപദേശത്തിന് വേണ്ടത് എവിടെയാ കിടക്കുന്ന അറിയാമോ? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ. നിങ്ങൾ ആ വാക്യം ഇച്ചിരി ശ്രദ്ധിക്കണേ. ഞാനൊന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പഠിക്കുന്ന കാര്യമെങ്കിലും ഒത്തിരി പഠിച്ചില്ലെങ്കിലും പഠിക്കുന്നത് ഹൃദയത്തിൽ പതിയണമല്ലോ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ. നിങ്ങൾ അങ്ങനെ ഒരു പദം കേട്ടിട്ടുണ്ടോ? ദൈവശ്വാസീയം. മലയാള മനോരമ പത്രത്തിൽ അങ്ങനെ വായിച്ചിട്ടുണ്ടോ? മംഗളം ആഴ്ചപ്പതിപ്പിൽ നിന്ന് അങ്ങനെ വായിച്ചിട്ടുണ്ടോ? ദൈവശ്വാസികം എന്നൊരു പദം കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഖസാക്കിന്റെ ഇതിഹാസത്തിനകത്ത് കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു പദം? ദൈവശ്വാസികം. MTയുടെ കാലം വായിച്ചപ്പോ ഇത് കേട്ടോ? ദൈവശ്വാസികം കേട്ടിട്ടുണ്ടോ? ഇല്ല. അതിന്റെ കാര്യം എന്നാന്നറിയോ? അങ്ങനെ ഒരു പദവില്ല. അതുകൊണ്ട് സത്യത്തിൽ അങ്ങനെ ഒരു പദവില്ല. ഈ പൗലോസ് ഭയങ്കര വീരനാണേ, മഹാപണ്ഡിതനാണെന്നല്ലേ നിങ്ങൾക്ക് അറിയാവുന്നത്. കറക്റ്റാണ്. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഭയങ്കര ഭാഷാ വിദഗ്ധനാണ്. എത്ര ഭാഷ അറിയാവുന്നറിയോ? എബ്രായ ഭാഷ അറിയാം, കാരണം അത് യഹൂദനാ അല്ലേ? എബ്രായ പഠിച്ചേ പറ്റൂ. അരാമ്യ ഭാഷ അന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷയാണ്.
പാലസ്തീനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യേശു അടക്കമുള്ള ശിഷ്യന്മാര് പറയുന്നത് അരാമ്യ ഭാഷ, ഇന്നത്തെ നമ്മുടെ സുറിയാനി എന്ന് പറയുന്ന ഭാഷ, സുറിയാനി ഭാഷയില്ലേ അത് അവർ സംസാരിക്കുന്നത്. ഗ്രീക്ക് ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് പോലെ അന്നത്തെ അറിയപ്പെടുന്ന റോമാ സാമ്രാജ്യം മുഴുവൻ സംസാരിക്കുന്ന ഭാഷയാണ് ഗ്രീക്ക്. മനസ്സിലായി? ഗ്രീക്ക് അവരുടെ പരസ്പരം അറിയാനും പല രാജ്യങ്ങളിലുള്ളവർക്ക് ഒരുമിച്ച് സംസാരിക്കും. നമുക്കിപ്പോ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങളിലെല്ലാം നമുക്ക് കടന്നു പോകാൻ പറ്റും, അല്ലേ? എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാവുന്നില്ല കേട്ടോ. ചില രാജ്യങ്ങളിലൊന്നും ഞാൻ അവർക്ക് ഇംഗ്ലീഷേ അറിയത്തില്ല. എന്നാൽ മിക്കവാറും നമുക്ക് രക്ഷപ്പെടാൻ, അല്ലേ, ഇംഗ്ലീഷൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൈക്രിയം കൂടെ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ കഥകളിയുടെ നാട്ടിലായതുകൊണ്ട് നമ്മൾ എന്തും പറഞ്ഞു കഴിയും. അത്യാവശ്യം ഇംഗ്ലീഷ് കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതുപോലെയാണ് അവർക്ക് ഗ്രീക്ക്. അതുപോലെ തന്നെ റോമാ സാമ്രാജ്യത്തിൽ അക്കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലത്തീൻ ഭാഷയാണ് ലാറ്റ്. അതും അദ്ദേഹത്തിന് അറിയാം. അന്ന് പല നാട്ടുഭാഷകളും പൗലോസിന് അറിയാം. മഹാഭാഷാ പണ്ഡിതനായിരുന്നു കേട്ടോ. ഈ പൗലോസിനൊരു പ്രത്യേകതയുണ്ട്. എഴുതി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് താൻ ഉദ്ദേശിക്കുന്ന ആശയം പറയാൻ പറ്റിയൊരു പദം ഗ്രീക്കിലില്ലെങ്കിൽ പുള്ളി തന്നെ പദങ്ങൾ ഉണ്ടാക്കിയെടുക്കും. തന്നെ പദം ഉണ്ടാക്കും. മിന്റ് ചെയ്യുക എന്ന് പറയും കേട്ടോ. മിന്റിങ് വേർഡ്സ് എന്ന് അതിനെ പറയും. പുള്ളി പദം സൃഷ്ടിച്ചെടുക്കും, ഉണ്ടാക്കിയെടുക്കും. അത് നമ്മൾ മലയാളികൾ അത്ര മോശമൊന്നുമല്ല. എന്ത് പദങ്ങളാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയാം. ഡിക്ഷണറിയിലില്ലാത്ത ഭയങ്കര. എനിക്കൊരു സഹോദരൻ ഒരു ദൈവദാസനെ കുറിച്ച് എന്നോട് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നോട് ഈ എന്റെ സാറേ അത് ഭയങ്കര ഊടായിപ്പാന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ ഈ നാട്ടുകാരുമായിട്ട് ഇങ്ങനെ ബഹളം വെച്ച് നടക്കത്തില്ലല്ലോ. നമ്മൾ ഈ എഴുത്തും വായന എനിക്ക് ഞാൻ അതിന് വീട്ടിൽ വന്ന് ശബ്ദധാരാവലി എടുത്ത് നോക്കി. ഊടായിപ്പ് അങ്ങനെ ഒരു പദം അതിനകത്ത്. പിന്നെ ഞാൻ എന്റെ 1-2 സ്നേഹിതരോട് ചോദിച്ചു, അവിടെ പറയൂ ആ പദം, നിങ്ങൾ അവിടെ ഉപയോഗിക്കുവോ? മലയാളി ഉണ്ടാക്കിയൊരു പുതിയ പദമാണ് അത്. മലയാളി ഉണ്ടാക്കിയ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന പല പദത്തിന്റെ അർത്ഥം ഇന്ന് മാറിപ്പോയി. ഇപ്പൊ ആ അർത്ഥമല്ല. ഇന്നാള് കൊച്ചനോട് പറഞ്ഞു, എന്റെ ഭാഷ അവള് ഭയങ്കര തേപ്പാന്ന് പറഞ്ഞു. അവളൊരു തേപ്പാന്ന്. ഈ തേപ്പെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ കാലത്ത് ഈ ഭിത്തി തേക്കും, പിന്നെ തുണി തേക്കും. ഇതൊക്കെ ഞങ്ങൾക്കറിയാവുള്ളു തേപ്പ്. ഇപ്പൊ പിള്ളേര് പറയുന്നത് അവള് തേപ്പ, ഇവൻ തേപ്പാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അർത്ഥം പിടി കിട്ടിയല്ലോ. പുതിയ പദങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരിക. ഇതുപോലെയാണ് പൗലോസ് സംസാരിച്ചിങ്ങോട്ട് വരുമ്പോൾ പറ്റിയ പദം ഭാഷയിലില്ലെങ്കിൽ സ്വന്തം പദം ഉണ്ടാക്കി കളയും. നമ്മുടെ കെ വി സൈമൺ സാർ അങ്ങനെയായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. ആത്മീയ ലോകത്തെ കെ വി സൈമൺ സാർ മഹാകവി, വേദവിഹാരമൊക്കെ എഴുതിയ നമ്മുടെ ഒത്തിരി പാട്ട്, അദ്ദേഹത്തിന്റെ പാട്ടാണ് നമ്മൾ ഈ പാടിക്കൊണ്ട് നടക്കുന്നത്. അദ്ദേഹം മഹാകവിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെയായിരുന്ന അദ്ദേഹത്തിന്റെ കൂടെ ഒരിക്കലും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായിട്ടേ ഇങ്ങനെ നടന്നപ്പം ഒരു വലിയ കിണർ കണ്ടു. ഒരു വലിയ കിണർ, ഭയങ്കര വാവിസ്താരമുള്ള വലിയ വൃത്താകൃതിയിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ കുറച്ചു പേര് പറഞ്ഞു, ഇത് കുളവാന്ന് പറഞ്ഞു. ഇത് കുളവാന്ന് പറഞ്ഞു. കുറച്ചു പേര് തർക്കിച്ചു, കുളമൊന്നുമല്ല, കുളമെന്ന് പറഞ്ഞാൽ വലിയ ആഴം കാണരുതല്ലോ, ഇത് കിണറാന്ന് പറഞ്ഞു. ഭയങ്കര ആഴമാണ്, ഇത് കിണറാന്ന് പറഞ്ഞു. അവസാനം തർക്കം മൂത്തു. ഒരാൾ പറഞ്ഞു കിണർ, മറ്റേയാൾ പറഞ്ഞു കുളം, ഒരാൾ പറഞ്ഞു കുളം, മറ്റേയാൾ പറഞ്ഞു കിണർ. അവസാനം കേസ് സൈമൺ സാറിന്റെ അടുക്ക് ചെന്നു. സാറിനോട് ചോദിച്ചു, സാറേ ഇത് കുളമാണോ കിണറാണോ എന്ന് ചോദിച്ചു. രണ്ടുപേർക്കും ബുദ്ധിമുട്ട് വരുത്താതിരിക്കാൻ സാറ് പറഞ്ഞു അത് കൊളറാന്ന് പറഞ്ഞു. ഇത് രണ്ടുകൂടെ ചേർന്നതാ, കോളവും കിണറും കൂടെ ചേർന്ന് കൊളറാന്ന് പറഞ്ഞു. ഇതുപോലെയാണ് പൗലോസ് ചില വാക്കുകൾ ഉണ്ടാക്കിയെടുക്കും. അതിലൊരു വാക്കാണ് ദൈവശ്വാസ്യം. ഇത് തന്നെയല്ല കേട്ടോ, നമ്മൾ വേറെ ദിവസം കൊണ്ട് പഠിക്കേ വേറെ ദിവസം കൊണ്ട് പഠിച്ചു വാ.
എപ്പോഴെങ്കിലും ലേഖനങ്ങളൊക്കെ വല്ലതും എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. രസമാണ്. നിരവധി പദങ്ങൾ പൗലോസ് ഉണ്ടാക്കിയ പുതിയ പദങ്ങൾ പലത് ഇപ്പൊ അത് പ്രചാരത്തിലുണ്ട്. പക്ഷേ ഈ ദൈവശ്വാസിയെ ഇപ്പോഴും പ്രചാരത്തിലില്ല, മറ്റാരും ഉപയോഗിക്കാറില്ല. നമ്മൾ മാത്രമേ വിശ്വാസം മാത്രമേ അത് ഉപയോഗിക്കൂ. ഒന്ന് കുറിച്ചിടുന്നേ, അത് ഞാൻ ഈ പറയുന്നത് കേട്ടോണ്ടൊന്ന് കുറിച്ച്. തെയോന്യൂസ്തോസ്, തെയോന്യൂസ്തോസ്, THEOPNEOUSTOS, തെയോന്യൂസ്തോസ്, THEO, തെയോ, ന്യൂ എന്ന് പറഞ്ഞ പി ഉണ്ട് കേട്ടോ, PNEUOSTOS, തെയോന്യൂസ്തോസ്. സത്യത്തിലേ ഇത് രണ്ട് പദമുണ്ട്. അങ്ങനെ രണ്ട് പദം ഗ്രീക്കിലുണ്ട്. പക്ഷെ ഇതിനെ ആദ്യം കൂട്ടിച്ചേർത്ത് ഒരു പദമാക്കിയത് പൗലോസാ. തെയോസ്, തെയോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്നാ അറിയാമോ? നിങ്ങൾക്കറിയാം? ദൈവം. തെയോസ് എന്ന് പറഞ്ഞാൽ ദൈവം. ന്യൂവോ, ന്യൂവോ എന്ന് പറഞ്ഞാൽ പ്ന്യൂവോ എന്ന് എഴുതണേ, വായിക്കേണ്ടത് പി സൈലന്റ് ആണ്. ന്യൂവോ, PNEUO, ന്യൂവോ. ന്യൂവോ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്നതിനെയാണ്. അപ്പൊ തെയോസ് എന്ന് പറഞ്ഞാൽ ദൈവം, ന്യൂവോ എന്ന് പറഞ്ഞാൽ ശ്വസിക്കുക. ഈ പദം രണ്ടും കൂടെ ഒരുമിച്ച് പൗലോസിന് ചേർത്ത് ഒരു പുതിയ പദമാക്കി, തെയോന്യൂസ്തോസ്, തെയോന്യൂസ്തോസ്. അങ്ങനെ അതാ മലയാളത്തിൽ ദൈവശ്വാസീയം. അപ്പൊ ദൈവശ്വാസിയോ എന്ന് പറഞ്ഞ അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവം ശ്വസിച്ചത്. അത്രയേ ഉള്ളൂ. ദൈവശ്വാസി എന്ന് പറഞ്ഞാൽ ദൈവം ശ്വസിച്ചത്. എല്ലാ തിരുവെഴുത്തും ദൈവം ശ്വസിച്ചതാണെന്നാ പറഞ്ഞത്. അത് ഒരുമിച്ച് ഒറ്റ വാക്കായിട്ട് അദ്ദേഹം പറഞ്ഞെന്നുള്ളത് ദൈവശ്വാസികൾ. അർത്ഥം ഇത്രയേ ഉള്ളൂ, എല്ലാ തിരുവെഴുത്തും ദൈവം ശ്വസിച്ചതാണ്. നിങ്ങൾക്കറിയാം, ആദിയിൽ മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിന്റെ ശ്വാസം കൊടുക്കുമ്പോൾ ജീവനുള്ളതായി തീരും. മനുഷ്യൻ ജീവനുള്ളതായി തീരും. അതുതന്നെയാണ് തിരുവെഴുത്തുകളിൽ ദൈവത്തിന്റെ ശ്വാസം നിറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ, കടത്തി ചിന്തിച്ചാൽ തിരുവെഴുത്തിൽ ദൈവത്തിന്റെ ജീവൻ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിരിക്കും വരെ തുളഞ്ഞു ചെല്ലുന്നതുമാകുന്നു. ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്. ജീവൻ ആരുടെ ജീവനാ? ദൈവത്തിന്റെ വചനത്തിനകത്ത് ആരുടെ ജീവനാണുള്ളത്? ദൈവത്തിന്റെ ജീവൻ. കാരണം അതിൽ ശ്വസിച്ചതാരാ? ശ്വാസം കൊടുത്തതാരാ? ദൈവമാണ്. ദൈവത്തിന്റെ ജീവൻ. നിങ്ങള് ഇടയ്ക്കൊക്കെ ഈ ബൈബിളെ ഏകാന്തതയിൽ ഇരിക്കുമ്പം ചെവിയോട് ചേർത്തൊന്ന് പിടിച്ചു നോക്കണം. ഇത് ശ്വാസം വലിക്കുന്നത് കേൾക്കാം, ഇത് ശ്വസിക്കുന്നത് കേൾക്കാം. ജീവനുള്ളതാണ്. അല്ലാതെ നമ്മളാരും അതിനെ ജീവൻ കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. ദൈവത്തിന്റെ ജീവൻ ഇതിനകത്തടങ്ങി. അതാണ് ദൈവജനത്തിന്റെ പ്രത്യേകത. അത് ദൈവജനത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ദൈവജനത്തിന് മാത്രമേ ഉള്ളൂ. ദൈവവചനത്തിൽ എല്ലാ തിരുവെഴുത്തും എന്ന് പറഞ്ഞാൽ മുഴു തിരുവെഴുത്തും.
എല്ലാ എന്നുള്ള പദം കൊണ്ട് അതിലെ ഓരോ വാക്കുകൾ പോലും എന്നർത്ഥം വരുന്നുണ്ട്. സാകല്യാർത്ഥത്തിൽ നമുക്ക് പറയാം, വ്യത്യസ്താർത്ഥത്തിൽ നമുക്ക് പറയാം. എല്ലാ തിരുവെഴുത്തും എന്ന് പറഞ്ഞാൽ മുഴുവൻ തിരുവെഴുത്തും എന്ന് പറയാം, എല്ലാ തിരുവെഴുത്തും എന്ന് പറഞ്ഞാൽ ഓരോ തിരുവെഴുത്തെന്നും പറയാം. രണ്ടർത്ഥമാണ്. അതുകൊണ്ട് ഈ മൊത്തം തിരുവെഴുത്തിൽ മാത്രമല്ല ദൈവത്തിന്റെ ശ്വാസമുള്ളത്, ഈ ദൈവജനത്തിലുള്ള ഓരോ പദങ്ങളിലും ദൈവത്തിന്റെ ശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ എബ്രായ ലേഖനത്തിൽ തന്നെ എബ്രായ ലേഖന കർത്താവ് ഇന്ന്, അല്ലെ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങൾ മസാ നാളിനെയും മെരീബ നാളിനെയും പോലെ ആകരുതെന്നൊക്കെ എഴുതുമ്പോൾ ആ ഇന്ന് എന്ന് പറയുന്ന ഒരു അവസരം നമുക്ക് പിന്നെ ശേഷിച്ചിരിക്കുന്നു. ആ ഇന്ന് എന്ന് പറയുന്നത് ഇപ്പോഴാണ്. ഇപ്പൊ ഒരു കൊച്ചു പദം എടുത്തോണ്ട് എബ്രായ ലേഖനകർത്ത ഇന്ന് എന്നൊറ്റ പദം, ആ പദത്തെ കിടന്ന് കളിക്കുക. അതുകൊണ്ട് ഇതിൽ ഓരോ പദത്തിനും ജീവനുണ്ട് കേട്ടോ, ജീവനുള്ളതാണ്. മലയാളം വാക്കല്ല, മലയാളത്തിലുള്ള പദമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മൂലഭാഷയാണ് കേട്ടോ. മൂലഭാഷയിലുള്ള ഓരോ പദങ്ങളാണ്. മലയാളത്തില് കൃത്യം തർജ്ജമയൊന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളത്തിലെ പദങ്ങൾക്കെല്ലാം അങ്ങനെ നമുക്ക് ദൈവിക ശ്വാസം കൊടുക്കണമെന്ന് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. മൂലഭാഷയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി അതങ്ങ് വിടട്ടെ, നമ്മുടെ വിഷയം അതല്ല. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും വക പ്രാപിച്ച്, കണ്ടോ, സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകും. അതെ, നമ്മൾ ആ മലയാളം ഒരു വല്ലാത്ത നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങളത് ഇംഗ്ലീഷിൽ തന്നെ വായിച്ചു നോക്കിയാൽ കുറെ കൂടെ രസകരമായ ഋജുവായ അർത്ഥം കിട്ടുവേ. ഇത് തർജ്ജമ ചെയ്ത് കുഴപ്പിച്ച് കളഞ്ഞ വാക്യം. All scripture is given by inspiration of God. Inspiration, കേട്ടോ, ദൈവശാസ്ത്രീയം. And is profitable for doctrine. എല്ലാ തിരുവെഴുത്തും എന്തിന് പ്രയോജനമുള്ളതാ? Profitable for doctrine. ഉപദേശത്തിന് പ്രയോജനമുള്ളതാണ്. For reproof, ശാസനത്തിന് പ്രയോജനമുള്ളതാണ്. ഫോർ കറക്ഷൻ, തെറ്റുതിരുത്തലിന് പ്രയോജനമുള്ളതാണ്. ഫോർ ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങൾക്ക് പ്രയോജനമാണ്. ഇൻ റൈച്ചസ്നസ്, നീതിയിൽ ഉപദേശത്തിനും തെറ്റുതിരുത്തലിനും, അല്ലേ, ഗുണീകരണത്തിനും ഒക്കെ ഇത് മതിയായതാണ്. അതിന്റെ അർത്ഥം പ്രോഫിറ്റബിൾ. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ഇതിൽ നിന്നാണ് ദൈവവചനത്തിന്റെ ഉപദേശം രൂപീകരിച്ചിരിക്കുന്നത്. അത് ഉപദേശത്തിന് കൊള്ളാവുന്നതാണ്. തിരുവെഴുത്താണ് ഉപദേശത്തിന് കൊള്ളാവുന്നത്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണേ. തിരുവെഴുത്ത് ഉപദേശം അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഉപദേശം എന്ന് പറഞ്ഞാൽ തിരുവെഴുത്ത് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. തിരുവെഴുത്തിൽ നിന്ന് തന്നെയാണ് എന്തുണ്ടാകുന്നത്? ഉപദേശം ഉണ്ടാകുന്നത്. ഉപദേശം തിരുവെഴുത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. തിരുവെഴുത്ത് നമ്മളെ രക്ഷിക്കപ്പെടുത്തുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ജ്ഞാനിയാക്കുക. പിന്നെ ജ്ഞാനിയായ ഒരു മനുഷ്യൻ, രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ താൻ നിൽക്കുന്ന ഈ പ്രമാണത്തെക്കുറിച്ച് വ്യക്തമായി പഠിച്ചു. അങ്ങനെ പഠിക്കണമെങ്കിൽ ഓരോന്നും അടുക്കും ചിട്ടയോടും കൂടെ നമ്മൾ പഠിക്കേണ്ടില്ല. യേശുക്രിസ്തു പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങൾ, പൊരുളുകൾ, നിഴലുകൾ, രൂപങ്ങൾ, പേരുകൾ, അവിടെ തുടങ്ങും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം. അല്ലാതെ യേശുക്രിസ്തു മത്തായിയുടെ ശേഷം 1-ാം അധ്യായത്തിൽ വന്ന് ജനിച്ചവനല്ല. യേശുക്രിസ്തു ഉൽപ്പത്തി മുതലേ ഉള്ളവനാണ്, അല്ലേ? ഉൽപ്പത്തിയിൽ തന്നെയുണ്ട്. അപ്പോ അത്
നമ്മൾ അവിടെ മുതലാ പഠിക്കണം. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള സമഗ്രമായ പഠനം. യേശു ആര്, അവന്റെ പേരുകൾ എന്ത്, അവന്റെ വ്യക്തിത്വം എന്ത്, അവൻ ആരായിരുന്നു, അവന്റെ ഉദ്ദേശം എന്ത്, അല്ലേ, അവിടുന്ന് ചെയ്ത പ്രവൃത്തികൾ എന്ത്, അവിടുത്തെ അത്ഭുതങ്ങളേവാ, അവിടുന്ന് പറഞ്ഞ ഉപമകളേവാ, ഇതെല്ലാം നമ്മൾ അവിടുന്ന് ഇവിടുന്ന് പെറുക്കി വെച്ച് വേണം പഠിക്കാൻ. അതാണ് ഉപദേശം. അത് ഈ വേദപുസ്തകത്തിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ വേദപുസ്തകം ഉപദേശത്തിന്റെ ആധാരം. അതൊന്ന് പോകരുത്. വേദപുസ്തകമാണ് ഉപദേശത്തിന് ആധാരം. അതുകൊണ്ട് ദൈവദാസന്മാർ അഥവാ ഉപദേശിമാർ, പഠിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരും സഭ നടത്തുന്നവരും എന്ത് പ്രസംഗിക്കണം? എന്താ പ്രസംഗിക്കണ്ടേ? ഉപദേശം പ്രസംഗിക്കണം. ഉപദേശം പ്രസംഗിക്കണം. വായിച്ചേ, തീത്തോസ് 2:1. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. മതി, കണ്ടോ? ഈ ഉപദേശത്തെ വിളിച്ചിരിക്കുന്ന ഒരു പേരാ. ഞാൻ ആ പേര് പിന്നെ പറയുന്നുണ്ട്. ഈ ഉപദേശം എന്തൊക്കെയാണുള്ള പേരുകളെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പത്യോപദേശം പിന്നെ ഞാൻ പറയാം. അപ്പൊ തീത്തോസിനോട് പൗലോസ് പറയുകയാണ്, നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ, ഒരു അധ്യാപകൻ അഥവാ ഒരു ഉപദേശി, ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ എന്തെന്നറിയാമോ? പത്യോപദേശം, ഉപദേശം പ്രസംഗിക്കുക, ഉപദേശം പറയുക. ഇവിടെയാണ് ദൈവസഭയ്ക്കെന്ന് പിഴച്ചത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ കൂടിവരവുകളും കൺവെൻഷനുകളും ഒക്കെ ഒരു തരം കോമഡി ഷോ ആയിക്കൊണ്ടിരിക്കുക. ഇതിലും നല്ലത് കോട്ടയം നസീറിനെ വല്ലതും വിളിച്ചുകൊണ്ട് വന്ന ഒരു കോമഡി ഷോ നടത്തുക. എന്നാ പിന്നെ കുറെ കൂടെ നന്നായിട്ട് ചിരിക്കായിരുന്നു. ഇത് മറ്റേത് ചിരിയാണോ? സത്യത്തിൽ അത് ചിരിയുമല്ല, അല്ലേ? അതാണ് ഉപദേശിമാർക്ക് അങ്ങനെ പറയാൻ ഒക്കുകയല്ലോ. പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. ദൈവദാസന്മാര് ചെയ്യേണ്ട കാര്യം അതാ. അതുകൊണ്ട് നർമ്മം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, കേട്ടോ. ദൈവം മനുഷ്യന് മാത്രം, ജീവികളുടെ ഇടയിൽ മനുഷ്യന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ് ചിരിക്കാനും നർമ്മം പറയാനും ഒക്കെയുള്ള കഴിവ്. പക്ഷെ അതാകരുത്, തന്നെ ആകരുത്, അത് തന്നെ ആകരുത്. ഇത് തമാശ തന്നെയാകുക പ്രസംഗം. നിങ്ങൾക്കറിയാം ചിലരുടെ പ്രസംഗമൊക്കെ. എന്നിട്ട് ആളുകൾ എന്തിനാ കൂടുന്നത്? ചിരിക്കാനാ കൂടുന്നത്. ഒത്തിരി തമാശ പറയുന്നതാണ് എന്താ ഏറ്റവും വലിയ ദൈവകൃപയെന്ന്. ഒരിക്കൽ ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി, ഞായറാഴ്ച ദിവസം ആരാധന കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തായിരുന്നു എനിക്ക് ആരാധന. ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോ എനിക്കറിയാവുന്ന ഒരു ഫാമിലി എതിരെ വരുന്നുണ്ട്. ഞാൻ വണ്ടി നിർത്തി സ്ഥലം പറഞ്ഞു. അതിലൊരു പയ്യനോട് ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെയുണ്ടായിരുന്നു ആരാധന? ഇന്നൊരു രസവും ഇല്ലായിരുന്നു പാസ്റ്ററിനെ. ഞാൻ ചോദിച്ചാൽ തന്നെ, ഇന്ന് ഞങ്ങളുടെ പാസ്റ്റർ വളിപ്പൊന്നും പറഞ്ഞില്ലെന്ന്. ആരാധന ഒരു അനുഗ്രഹവും ഇല്ലായിരുന്നു. അതിന്റെ കാര്യം തന്നെ, ഇന്ന് ഞങ്ങളുടെ പാസ്റ്റർ വളിപ്പൊന്നും പറഞ്ഞു. ആരാധന അനുഗ്രഹം എവിടെയാ? ഈ വളിപ്പ് പറയുന്നതില്ല. അത് കേട്ട് ചില പൊള്ളച്ചിരി ചിരിക്കുന്ന കുറെ എണ്ണവും നമ്മുടെ കൂട്ടത്തിൽ എഴുതി. ഇത് കാണുമ്പോ ഇവർക്ക് ആവേശമാ. ഏതാണ്ടെല്ലാം പറഞ്ഞു പിടിപ്പിക്കും. പത്യോപദേശത്തിന് ചേരുന്ന പ്രസ്താവിക്കുക. തീത്തോസ് 2:8 കൊണ്ടൊന്ന് വായിച്ചേ. 2:8. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവനായിരിക്കാം. അസ്വയം മ്യൂട്ടായിരിക്കുക, കേൾക്കാൻ പറ്റുന്നില്ല, മ്യൂട്ടാ. സോറി. ഉപദേശത്തിൽ നിർമ്മലത,
കറപ്റ്റ്നെസ്, കറപ്റ്റ് ആകരുത്. അതൊക്കെ ഞാൻ പിന്നത്തേത് വന്നോളാം കേട്ടോ. ഈ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്നതാ നിങ്ങൾക്കറിയാം, അഴിമതി എന്നാ ആ പദം. ഉപദേശത്തിൽ അഴിമതി ഉണ്ടാകരുത്, നിർമ്മലമായിരിക്കണം. അല്ലേ? ഗ്രാവിറ്റി, അതാ ഞാൻ പറഞ്ഞത്, ഗ്രാവിറ്റി, ഗൗരവം കേട്ടോ. ഉപദേശത്തിൽ ഗൗരവം, അതാ ഞാൻ പറഞ്ഞത്, തമാശ പറയാനുള്ള സ്ഥലം, തമാശ അടിക്കാനുള്ള രംഗമല്ല. വേറെ പുസ്തകം പ്രസംഗിക്കുന്നിടത്ത് ഗ്രാവിറ്റി വേണം, ഗ്രാവിറ്റി വേണം. കണ്ടോ, ഉപദേശത്തിൽ നിർമ്മല, ഗൗരവവും ആക്ഷേപിച്ചു കൂടാത്ത പഥ്യവചനവും. ഈ ഉപദേശം പ്രസംഗിക്കുമ്പോൾ അതിനകത്ത് എന്താ വേണ്ടത്? സിൻസിയറിറ്റി, സിൻസിയറിറ്റി. മറ്റൊരാൾക്ക് ഒരു ആരോപണത്തിന്, ദുരാരോപണത്തിന് വഴി കൊടുക്കാതെ കൃത്യമായ വചനം ആയിരിക്കണം പ്രസംഗിക്കേണ്ടത്. കൃത്യമായ വചനം. നമ്മുടെ പല പ്രസംഗങ്ങളും പഴയ കാലത്തൊക്കെ യാത്രാ വിവരണമായിരുന്നു. ഒരു കാര്യവും ഇല്ലെങ്കിലും പാലസ്തീനിൽ പോയതും യേശുവിന്റെ കല്ലറ കണ്ടതും, അല്ലേ, അബ്രഹാമിന്റെ വീട് കണ്ടതും, ലോകത്തിന്റെ ഭാര്യ ഉപ്പുതൂണ് കണ്ടതും, ചാവുകടല് കണ്ടതും, ഇതൊക്കെയായിരുന്നു വിവരിക്കുന്നത്. പഴയകാല പിതാക്കന്മാരുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ അപ്പച്ചൻ കർത്തൃവേലയിലായിരുന്നു. അദ്ദേഹം ശുശ്രൂഷിച്ച സഭയിലാണ് ഞാൻ പിച്ച വെച്ച് തുടങ്ങിയത്. അദ്ദേഹമൊക്കെ ശുശ്രൂഷിച്ച സഭയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് സഭയിൽ മൂപ്പന്മാരായ അപ്പച്ചന്മാര്, പിതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല പാസ്റ്റർമാരും മാറി 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 വന്ന് വചനത്തെക്കുറിച്ച് നല്ല നിശ്ചയം, പാസ്റ്റർമാരെക്കാൾ അറിവാണ് അവർക്ക്. ഹൈസ്കൂളിലൊന്നും പഠിച്ചതല്ല, പല പാസ്റ്റർമാരുടെ വചനം കേട്ട് നല്ല തെറവാണ് അവർക്ക്. ഞങ്ങളുടെ ചർച്ചിൽ, എന്റെ മാതൃസഭയിൽ, ഞാൻ ജനിച്ചു വളർന്ന സഭയിൽ അങ്ങനെ പിതാക്കന്മാരുടെ ഒരു നിരയുണ്ടായിരുന്നു. ഈ ചില സഞ്ചാര സുവിശേഷകന്മാര് ഞായറാഴ്ച വരുവേ, എന്നിട്ട് എഴുന്നേറ്റ് നിന്ന്, ഞാൻ പാലസ്തീനിൽ ചെന്നപ്പോ, ഞാൻ അമേരിക്ക പോയ കഥയാ, ഞാൻ ഡാളസിൽ ഇരുന്നപ്പോൾ, ഡാളസിലും എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ടുണ്ടെന്ന് കേൾപ്പിക്കാൻ അറിയുന്നത്. അപ്പൊ പിതാക്കന്മാരുണ്ട്, അവരവിടെ ഇരുന്നോണ്ട് പറയും, ദേവദാസനെ വചനത്തിൽ നിന്ന് വല്ലതും പറയാനുണ്ടോ? ഞങ്ങൾക്കത് കേട്ടാ മതി എന്ന് പറയും. ചമ്മി നാണം കെട്ടിറങ്ങിപ്പോയ ആളുകളുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. തുറന്നു പറയും, ദേവദാസനെ ഞങ്ങളിത് കേൾക്കാനല്ല വന്നത്, ഞങ്ങൾക്ക് നേരമില്ല, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് വചനം കേൾക്കണം, വചനം പ്രസംഗിക്കാൻ പറയും. ചിലർ അതിനോടെ അങ്ങ് ഇരിക്കും, ചിലർ പറയും സോറി ഞാനൊരു കാര്യം പറഞ്ഞു വരികയായിരുന്നു എന്ന് പറഞ്ഞ് ബാക്കി ദൈവവചനം സംസാരിക്കും. ഇങ്ങനെയുള്ള പിതാക്കന്മാരുണ്ടായിരുന്നു. നമ്മുടെ സഭയിൽ അവരുടെ വംശം കുറ്റിയറ്റു പോയതാണ് ഇന്നത്തെ ഈ കൂത്തരങ്ങിന്റെ കാരണം. ശക്തമായ സഹോദരന്മാർ എഴുന്നേക്കണമെന്ന്, ഉപദേശം പഠിച്ച സഹോദരന്മാർ എഴുന്നേക്കണം. ഇപ്പം പിന്നെ ഉപദേശം അന്ന് പാസ്റ്റർക്കും അറിയത്തില്ലല്ലോ, പിന്നെ സഹോദരന്മാരുടെ കാര്യം പറയണോ? അതുകൊണ്ടാണ് ഈ കാണുന്നതല്ല, അതിനെന്നാ കുഴപ്പം പാസ്റ്റർ, ഇതും ശരിയാ അതും ശരിയാ, ഇങ്ങനെ പറയുന്ന ഉപദേശനിഷ്ഠ ഇല്ല, ഉപദേശത്തെ കുറിച്ചുള്ള ബോധ്യമില്ല, എന്താണ് ഉപദേശം എന്ന് അറിഞ്ഞുകൂടാ. അത് കാരണം എന്ത് ചെയ്യുക, ഇവർക്കൊക്കെ ചാടി മറിയാനുള്ള വേദിയായി മാറി ദൈവസഭയുടെ പുൾപിറ്റ്. ഒന്ന് കേട്ടോ, ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവം. ഇവിടെ ഞാൻ പറഞ്ഞു, തമാശ പറഞ്ഞ് കളിക്കാനുള്ള ഇടമല്ല ദൈവസഭയുടെ പുൾപിറ്റ്. വളരെ ഗ്രാവിറ്റി, വളരെ കനമുള്ളത്, സെമിനോറ്റോസ് എന്ന റെവറൻസ്, വളരെ കനമുള്ളത്, റെസ്പെക്റ്റ് ഉള്ളത്, ആദരവുള്ളതേ പറയാവൂ കേട്ടോ.
ഏതാ ഇത്രയും വായിച്ചില്ലേ? തീത്തോസ് 1:9 കൂടെ വായിച്ചേ. തീത്തോസ് 1:9. നിർമ്മലനും ജിതേന്ദ്രിയനും പത്യോപദേശത്താൽ പ്രബോധിപ്പാനും പ്രബോധിപ്പിക്കാനും. മൂപ്പന്മാരെ കുറിച്ചാ പറയുന്നത്, സഭയുടെ പാസ്റ്ററെ കുറിച്ചായി പറയുന്നത്. സഭയുടെ പാസ്റ്റർ അങ്ങനെയുള്ളവരെ നീ അപ്പോയിന്റ് ചെയ്യണമെന്ന് തീത്തോസിനോട് പറയുക. അങ്ങനെയുള്ള പാസ്റ്റർമാർ ആരായിരിക്കണമെന്നാ അവരെ കുറിച്ച് പറയുകയാണ്. വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം. കേട്ടോ, വിരോധികൾക്ക് ബോധം വരുത്താൻ കഴിവുള്ള ദൈവവചനം പഥ്യോപദേശത്തിൽ പ്രബോധിപ്പിക്കണം. പഥ്യോപദേശം ഒരു പാസ്റ്റർ ചെയ്യേണ്ടതാണ്. തന്റെ സഭയെ പഥ്യോപദേശത്തിൽ നിലനിർത്തണം, ഉപദേശത്തിൽ നിലനിർത്തണം. ചുമ്മാ കുറെ കഥ പറയാനല്ല. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും യോസഫിന്റെയും മോശയുടെയും ഒക്കെ കഥ പറയാനല്ല. എന്നും ഞായറാഴ്ച ദാവീദിന്റെ കല്ല പ്രസംഗ വിഷയം. കേട്ട് മനുഷ്യൻ മടുത്ത്. പഴയ നിയമം പഠിക്കണം, പക്ഷേ പുതിയ നിയമത്തിന്റെ ഉപദേശം പറഞ്ഞിട്ട് അത് സ്ഥാപിക്കാനായിരിക്കണം പഴയ നിയമം നമ്മൾ കോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ പുതിയ നിയമസഭയിൽ പഴയ നിയമം അല്ല പ്രസംഗിക്കേണ്ടത്. കാരണം ഉപദേശമാണ് പഠിക്കുന്നത്. ഉപദേശം എന്ന് പറഞ്ഞാൽ അത് പുതിയ നിയമത്തിലാണ് സഭയുടെ ഉപദേശം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. ഇത് ഉപദേശം സ്ഥാപിക്കുമ്പോൾ നമ്മൾ ഉദാഹരണത്തിനും മനസ്സിലാക്കാനും വേണ്ടി പഴയ നിയമത്തിലെ ചില സംഭവങ്ങളോ വ്യക്തികളെയോ നമുക്ക് എടുത്തുകൊണ്ട് വരാം. അല്ലാതെ എന്നും കൊന്നും ദാനിയേലിന്റെ കണ്ണും മൂക്കും, ദാവീദിന്റെ കല്ലും, മോശയുടെ വാടിയും ആയിരിക്കരുത് പ്രസംഗിക്കാൻ. എന്നും അതാ. ദാവീദ് കല്ലും പെറുക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് എന്നും സമയം പോകും. അവിടെ വെക്കാൻ പോയി നേരം കിട്ടുകയല്ല. അന്നത്തേക്ക് 1 മണിയാകും. പാസ്റ്റർ നിർത്തും. ഇത് സ്ഥിരം പതിവാ. കൊരിയാത്തിനെ എറിയാൻ പോയതേ. ഇയാള് മിനുസമുള്ള 5 കല്ല് പെറുക്കി കവിനെ വെച്ചെന്ന് പറയുമ്പോഴത്തേക്ക് സമയം പോവും. ഇന്ന് ഞാൻ എന്റെ ദൂത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാന്ന് പറയും. പിറ്റേ ആഴ്ചയിലും ഇത് തന്നെ തുടങ്ങും. കേട്ട് വിശ്വാസികളും എടുത്ത് ഒരു ദിവസം പറഞ്ഞു, ഭാഷ എറിയുന്ന ഇന്ന് എറിഞ്ഞു പിടിപ്പിച്ചോണം എന്ന് പറഞ്ഞു. ഇത് കുറെ നാളായി ഓങ്ങി വെക്കാൻ തുടങ്ങിയിട്ട്. എറിയുന്ന ഇന്ന് എറിഞ്ഞോളാന്ന് പറഞ്ഞു. എന്നും ഇത് കൊലിയാത്തിന്റെ പുറകെ കല്ലും വെച്ചുകൊണ്ട് നടക്കി. ഇത് എത്ര നാളെ ഇതുവരെ എറിഞ്ഞിട്ടില്ല. വിശ്വാസികൾ പറഞ്ഞു എറിയുന്ന ഇന്ന് എറിഞ്ഞോണം, 2-1 അറിഞ്ഞിട്ടാ ഞങ്ങള് പോകണം. ഉപദേശമല്ല, ദൈവസഭ ഉപദേശമല്ലേ. ദൈവദാസൻ കണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. വേദപുസ്തകത്തിലെ 7 കിണറുകൾ, അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ വിഷയം. 7 കിണറ്, 10 മരങ്ങള്, ഒത്തുവാക്കിയല്ല, 7 കിണറ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഈ 7 കിണറിലും ആഴത്തിൽ നമുക്ക് ഇറങ്ങാൻ ഉള്ള സമയമില്ല. 7 കിണർ ഓരോന്ന് അത് നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങാൻ നമുക്കിന്ന് സമയമില്ല. നമ്മുടെ മുമ്പിൽ പരിമിതമായ സമയമുള്ളെന്ന് പറഞ്ഞു. വിശ്വാസികൾ പറഞ്ഞു, പാസ്റ്ററെ ഇറങ്ങുന്ന കീറിപ്പോക്കണം, ഞങ്ങളാരും കയറ്റാൻ വരികയില്ലെന്ന് പറഞ്ഞു. ആഴത്തിലൊക്കെ ഇറങ്ങാൻ പോയാലേ അങ്ങനെ കയറ്റാൻ വിശ്വാസികളെ വിളിച്ചേക്കരുത്. നീ തന്നെ കയറിക്കോളാം എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നെ ഉപദേശം എന്താ സംഖ്യ? പുതിയ നിയമസഭയിൽ പഠിപ്പിക്കേണ്ടത് പുതിയ നിയമസഭയുടെ ഉപദേശമാണ്. അത് പുതിയ നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, പഴയ നിയമത്തിലല്ല. പുതിയ നിയമത്തിലെ ഉപദേശങ്ങൾ സ്ഥാപിക്കുവാൻ നമുക്ക് പഴയ നിയമം ഉപയോഗിക്കാം. അല്ലാതെ ഇന്നും കൊന്നും ദാവീദ്. ഞാന് ഈ 20 തൊട്ട് ചില നാളുകൾക്ക് മുൻപ്, ഞാൻ പട്ടണമൊന്നും പറയുകയല്ല, കേരളത്തിലെ പ്രമുഖമായൊരു പട്ടണത്തിൽ ഒരു പ്രമുഖമായ സഭയിൽ എന്നെ 3 ദിവസം ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു.
ഭയങ്കര ചർച്ചയാണ്. സ്റ്റേജിൽ കയറി നിന്ന പുറകിലെത്തുന്നവരെ കണ്ണ് ചെല്ലുകയല്ല, കണ്ണെത്തുകയല്ല. നിങ്ങൾക്കറിയായിരിക്കില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. നമ്മളിങ്ങനെ നോക്കിയാ നിങ്ങൾ പുറകിരിക്കാൻ കണ്ണെത്തുകയല്ല. അതുപോലെ വലിപ്പമുള്ള ഹോള് നിറയെ ആളുകൾ. ഈ 3 ദിവസം എന്നെ വിളിച്ചപ്പോ അവര് നോട്ടീസ് അടിച്ചു, ബാനർ കെട്ടി, പട്ടണം മുഴുവൻ ചർച്ചുകളിൽ നോട്ടീസ് കൊടുത്തു. ആ സഭയുടെ മൊത്തം സെന്ററുകളിലെ പാസ്റ്റർമാരെ വരുത്തി. പകല് ബൈബിൾ ക്ലാസ്സും രാത്രി ഫയർ മീറ്റിംഗ്. ഞാൻ വളരെ പ്രാർത്ഥിച്ചു ഒരുങ്ങി, വളരെ പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ ഞാൻ അവിടെ ചേർന്നു. യഥാർത്ഥത്തിൽ തന്നെ നേരത്തെ എത്തിച്ചേർന്നു, പ്രാർത്ഥിച്ച് ഫ്രഷായി ആദ്യത്തെ മീറ്റിംഗിൽ ഇറങ്ങി. ഭയങ്കര വാള. ഞാൻ അതാ പറഞ്ഞ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് സ്റ്റേജിൽ നോക്കിയപ്പം എനിക്ക് അവസാനത്തെ ആളെ ഒന്നും കാണാൻ മേല, ഒരു നിഴല് പോലെയുള്ള ഒന്ന് കിടക്കുക. പഴയ സഭയാണ് കേട്ടോ, ആ പട്ടണത്തിൽ ഏറ്റവും പഴയ സഭയാണ്, ഏറ്റവും പ്രധാന നമ്മുടെ പെന്തിക്കോസ്തൽ ഒരു വിഭാഗത്തിന്റെ സഭയാണ്. ഞാന് ദൈവം എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം ഒരു ഉപദേശ വിഷയമായ പകൽ എടുക്കാന്ന് വെച്ചു. രാത്രി കൺവെൻഷൻ ആകുന്നതുകൊണ്ട് അതിനൊത്ത ദൂത് ഒരുക്കിക്കൊണ്ടാകുകയെ. പകല് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ടൊരു ഉപദേശ വിഷയം പ്രസംഗിക്കാൻ തീരുമാനിച്ചിട്ട് 1ാമത്തെ ദിവസം ഞാൻ അവരോട് തന്നെ തുറന്നു പറഞ്ഞു, ഞാനിങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ദൈവം എനിക്ക് തന്നൊരു നിയോഗം അങ്ങനെയാണ്. പകല് ഒരേ വിഷയത്തെ കുറിച്ചായിരിക്കും 3 ദിവസവും. രാത്രിയിൽ നമുക്ക് കൺവെൻഷൻ ആണല്ലോ, അതുകൊണ്ട് അതിൻ്റെതായ ദൂതം തരും എന്ന് പറഞ്ഞ് ഞാനൊരു വാക്യം വായിച്ചു. ഞാൻ ദൂത് തുടങ്ങി. ക്ലാസ് ആയിട്ടാണ് പറഞ്ഞത്. ഞാനിങ്ങനെ ക്ലാസ് തുടങ്ങി. വലിയ ബഹളമൊന്നുമില്ലാതെ ഇളക്കപ്പെടാതെ ശാന്തമായി ദൈവവചനത്തിൽ ഉപദേശ സത്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ആളുകൾ ചത്തുമരച്ചതുപോലെ ഇങ്ങനെ നോക്കിയിരിക്കുക. അന്തം വിട്ട് എന്റെ കണ്ണിലോട്ട് നോക്കുന്നുണ്ടല്ലേ, ഇങ്ങനെ നോക്കിയിരിക്കുക, എല്ലാരും നോക്കിയിരിക്കുക. ഒരു പ്രതികരണവും ഇല്ല. നല്ല പോയിന്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു സ്വോത്രമൊക്കെ പറയുമ്പോഴല്ലേ നമ്മൾ ഈ ശുശ്രൂഷിക്കുന്നവർക്കും ഒരു ബലം അല്ലേ. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കും, കാരണം പരസ്യബോധത്തിന് ശുശ്രൂഷിച്ച് പരിചയപ്പെട്ടവരാ ഞങ്ങളൊക്കെ. ഒരുത്തനും വേണ്ട, ഒരല്ലേലിയായും പറയാൻ പരസ്യബോധത്തിന് കവലയിൽ ആളുണ്ടോ? ഇല്ലേലും ഞങ്ങള് പ്രാർത്ഥിച്ചങ്ങ് പറയും. അവിടുന്ന് ഒരു പ്രതികരണവും ഇല്ലെങ്കിലും ഞാന് ദൈവം എനിക്ക് തന്ന ആ ദൂത് ഞാൻ അവിടെ പറഞ്ഞു ശക്തമായിട്ട് സ്ഥാപിച്ചു. പറഞ്ഞു, ഈ പറഞ്ഞതിന്റെ ബാക്കി നാളെ ഞാൻ തുടരുന്നതാണ്. എന്റെ ഒരു വലിയ സംശയം ഇവർക്ക് മനസ്സിലായില്ലായിരിക്കും ഞാൻ ഈ പറഞ്ഞതൊന്നും. ഞാനതുകൊണ്ട് ഒത്തിരി ലളിതമാക്കി പറയാൻ തുടങ്ങി. ഇവർക്ക് മനസ്സിലാകാഞ്ഞിട്ട് ഇവരുടെ ഒരു പ്രതികരണം പോലും ഇല്ലാതെ, ഒരു സ്തോത്രം പോലും കൈവെക്കുകയോ ഒന്നും ചെയ്തില്ല. അന്തം വിട്ട് കേട്ടിരിക്കുന്ന പോലെ. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞു, പരിചയപ്പെടാൻ വന്ന 1-2 പേർക്ക് എന്നോട് പരിചയപ്പെട്ടു. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവരൊക്കെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അതിന്റെ മുകളിലത്തെ നിലയിൽ ഒരു റൂമാണ് താമസം തന്നിരിക്കുന്നത്. ഞാൻ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയപ്പോൾ ഞാൻ സഭയിൽ ഒരു സഹോദരൻ എന്റെ കൂടെ വന്നു. റൂമിനകത്ത് വന്നു. അദ്ദേഹം കഥ കടച്ചു. അദ്ദേഹം തന്നെ കേട്ടിട്ട് അദ്ദേഹം കഥ കടച്ചു. എന്നോട് പറഞ്ഞു, സാറേ വളരെ അനുഗ്രഹമായിരുന്നു ക്ലാസ്. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ. സാറ് ഒരു കാഴ്ച കണ്ടോ? ഞാൻ പറഞ്ഞില്ല. ആളുകൾ ഒരു പ്രതികരണവും ഇല്ലായിരുന്നല്ലോ, അമ്പരന്നിരിക്കുന്ന പോലെ ഇരിക്കുക. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സഭയെ 3 വർഷത്തിന് ശേഷമാണ് പുതിയ നിയമത്തിൽ നിന്നൊരു വിഷയം എടുത്ത് പഠിപ്പിക്കുന്നത്. 3 വർഷമായി ഞങ്ങൾ ഈ പഴയ നിയമം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരന്തം വിട്ട് അതിനറിയും ഇങ്ങനെയൊക്കെ വേറെ പുസ്തകത്തിൽ കിടപ്പുണ്ടോന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനമായതിനെടുത്തു. ഇപ്പോഴാണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ശ്വാസം ഒന്ന് പിറ്റേന്നും അതൊക്കെ തന്നെയായിരുന്നു. പ്രതികരണമൊന്നും ഇല്ലായിരുന്നെങ്കിലും ദൈവം തന്ന ദൂത് ഞാൻ ശക്തമായിട്ട് 3 ദിവസം ഉപദേശം സ്ഥാപിച്ചു, പഠിപ്പിച്ചു. പല സഭകളിലും എത്ര നാളെ എന്നറിയോ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ നിന്നും വാക്യമെടുത്ത് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ട് ഭയങ്കരം കാവ്യാത്മകമായ ഇത് വാക്യമൊക്കെ പഴയ നിയമത്തിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് എന്നെ തകർപ്പാന്നറിയാവും. 5 കാലില വിഷയം. ഈ 5 എന്തെല്ലാം വ്യാഖ്യാനം കേൾക്കണം.
പരിശുദ്ധാത്മാവ് സ്വപ്നത്തിൽ പോലും ഓർക്കാത്ത അർത്ഥങ്ങളാണ് ഇവര് പറഞ്ഞു പിടിപ്പിക്കുന്നത്. നാളൊരു പാസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുക, എനിക്ക് വിഷമം തോന്നിയിട്ട് ചിരിയും വന്നു, കരച്ചിലും വന്നു. റിബേക്കയും കൊണ്ടേ മരുഭൂമിക്കൂടെ എലിയാസർ വരിക. അപ്പോ വെളിമ്പ്രദേശത്ത് ഇസ്ഹാക്ക് പോയി മണവാട്ടിയെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുകയാണല്ലോ, ധ്യാനിക്കാൻ പോയിരിക്കുകയാണല്ലോ. അപ്പൊ എലിയാസർ ഇങ്ങനെ ഒട്ടകപ്പുറത്ത് മണവാട്ടിയെ കൊണ്ട് വരിക. അദ്ദേഹം പറയുകയാണ്, ഒട്ടകത്തിന്റെ പുറത്താണ് ഈ മണവാട്ടി ഇരിക്കുന്നത്. ഒട്ടകത്തിന്, മരുഭൂമിയിലെ ഒട്ടകത്തിന് 2 കൂന, അതിന്റെ നടുക്കായി വള്ളിയിരിക്കുന്ന. ആ ദൈവദാസനെ എവിടുന്ന് അതിന് തെളിവ് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. 2 കൂനുണ്ട്. ആ 2 കൂനിന്റെ ഇടയ്ക്കാണ് അവൾ ഇരിക്കുന്നത്, മണവാട്ടി ഇരിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കൂൻ എന്നതാണെന്നറിയോ? 2 കൂനെ, ഒന്ന് പഴയ നിയമവും വേറൊന്ന് പുതിയ നിയമം, മറ്റൊന്ന് പുതിയ നിയമം. ഇതിന്റെ ഇടയ്ക്കാ മണവാട്ടി ഇരിക്കുന്നത്. എന്റെ ദൈവമേ, പരിശുദ്ധാത്മാവ് ചിരിക്കുകയായിരുന്നേ, അബ്രഹാം ചിരിച്ച പോലെ കമന്ന് വീണ് ചിരിച്ചേ. പരിശുദ്ധാത്മാവ് കരയുകയായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ അന്തം വിട്ട് കരഞ്ഞു പോയെന്നെ. ഞാൻ ചിരിക്കണമെന്ന് എനിക്കറിയത്തില്ല, കരയണമെന്നും അറിയത്തില്ല. ഒരു വ്യാഖ്യാനം കേൾക്കണം. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലേ? അബ്രഹാം ഇസ്ഹാക്കുമായിട്ട് യാഗം കഴിക്കാൻ പോവുക. ഇസ്ഹാക്കിന്റെ തലയിൽ വിറവുണ്ട്, കത്തിയുണ്ട്, അബ്രഹാമിന്റെ കയ്യിൽ തീയുമുണ്ട്, എല്ലാം കൊണ്ടുപോവുക. അദ്ദേഹം പറയാണ്, വിശ്വാസികളെ, നമ്മൾ ഈ വിറക് പോലെ ആയിരിക്കണം. ഞാൻ ഓർത്തി തന്നെ ഈ വിറക് പോലെ ഇരുന്നതാ, നമ്മൾ വിറക് പോലെ ആയിരിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞറിയോ, നമ്മൾ കീറിക്കൊണ്ട് വേണം വരാൻ. അത് കത്താൻ ഈ കീറുന്നത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടെന്നറിയാവോ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ആരാധനയിൽ തീ കത്തുവോണം. ഉണങ്ങി ദൈവമക്കൾ നല്ല ഉണങ്ങി കീറിക്കൊണ്ട് വരണം. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്ന വ്യാഖ്യാനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞല്ലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഒത്തിരി. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഒരിടത്തും പോകാൻ താല്പര്യമില്ല. എനിക്കിഷ്ടം എൻ്റെ ഈ പഠനമുറിയിൽ എനിക്ക് അത്യാവശ്യം പഠിക്കാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള സാധ്യതകളും ഒക്കെ തന്നിട്ടുണ്ട്. ദൈവവചനം ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്ന ആത്മീയമായ ഒരു സന്തോഷമുണ്ടല്ലോ, അത്രയൊരു സന്തോഷം വേറെ കിട്ടാൻ. പിന്നെ ഈ പോകുന്നതിനെ ചോദിച്ചാൽ കൂട്ടായ്മ കിട്ടണമെന്നും കണ്ടായി പോകുന്നത്. പക്ഷെ എവിടെ പോയി വന്നാലും തലവേദന എടുത്ത് ഉറക്കവും വന്നാൽ തിരിച്ചു വരുന്നത്. കാരണം ഒന്നും കിട്ടാനില്ല, നമുക്ക് ദേഷ്യം വരും. ഈ ദൈവദാസന്മാരെ ഒക്കെ പിടിച്ച് രണ്ടാമതൊരു നല്ല ട്രെയിനിങ് കൊടുക്കേണ്ട കാലം കഴിഞ്ഞു. ഞാൻ പാസ്റ്റർമാരുടെ ഇടയിൽ പലപ്പോഴും പല സെന്ററുകളിൽ, പല സഭകളിൽ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ഞാനത് കർശനമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഹൈസ്കൂളിൽ പഠിച്ചത് പോരാ. നിങ്ങൾക്കറിയാവോ, എല്ലാ ഉദ്യോഗത്തിനും ഇൻ സർവീസ് കോഴ്സുകളുണ്ട്. നമുക്ക് പിന്നെ കൃപയാൽ ഇതൊന്നും ഇല്ലല്ലോ. അന്ന് 3 വർഷം തല്ലിക്കൂട്ടി പഠിച്ച് ഏതാണ്ടൊക്കെ എഴുതി വെച്ച് ഒരു ഡിഗ്രിയും കിട്ടി. ഒരു ഇൻ സർവീസും ഇല്ല, പിന്നെ ഒരു കോഴ്സും ഇല്ല. അത് വെച്ചങ്ങ് തകർക്കുക. ഞാൻ പറഞ്ഞ ഇതാണ് ദൈവസഭയിൽ ഉപദേശത്തിനാണ് പ്രാർത്ഥന. ഉപദേശം പഠിക്കാൻ നമ്മൾ ആ ഉപദേശത്തിലോട്ടാ വരുന്നത്. അതെന്താന്ന് ഞാൻ പറഞ്ഞു തരാം. അതെങ്ങനെ ഉപദേശം രൂപീകരിക്കുന്നു പറയാം. നിങ്ങളുടെയൊക്കെ സഭകളിൽ നിങ്ങളൊക്കെ മുതിർന്ന ദൈവമക്കളും വിശ്വാസികളും ഒക്കെയാ. പാസ്റ്റർമാരുടെ ഭാര്യമാരും ഇതിനകത്ത് കണ്ടേ. ദർശനം പറയണം, ഈ പരിപാടിയൊക്കെ നിർത്താൻ പറയണം. അല്ലെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിന്ന് നിർത്തി ന്യായാസനത്തിന് മുമ്പിൽ കർത്താവ് കണക്ക് ചോദിക്കും. വചനത്തെ നിന്ദിക്കുന്നവൻ, ഞാൻ എടുത്തു വരാം, കൊണ്ടുവരാം വാക്യങ്ങൾ തരാം. അതിന് ഉത്തരവാദിന് സദൃശവാക്യത്തിലൊരു വാക്യമുണ്ട്. വചനത്തെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? വേദപുസ്തകത്തിന് പുറത്തു കയറി നിൽക്കുക എന്നല്ല. വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുക, വചനത്തിന് കൊടുക്കേണ്ട ഗൗരവം കൊടുക്കാതിരിക്കുക, അതാണ് നിന്ദിക്കുക എന്ന് പറയുന്നത്.
വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദി എന്നാ മലയാളത്തിൽ കിടക്കുന്നത്. മൂലഭാഷയിൽ അങ്ങനല്ല, ഇംഗ്ലീഷിലും അങ്ങനല്ല. ഷാൽ ബി ഡിസ്ട്രോയിങ്. വചനത്തെ നിന്ദിക്കുന്നവൻ നശിപ്പിക്കപ്പെടുവെന്ന് എഴുതി വെച്ചു. ആരാൽ? ദൈവത്താൽ. ദൈവത്താൽ. വചനത്തെ നിന്ദിക്കുന്നവൻ നശിപ്പിക്കും. നിന്ദിക്കുകയെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇതാണ്, വചനം അത് അർഹിക്കേണ്ട ഗൗരവം കൊടുക്കാതെ അതിനെ ലളിതമാക്കി എന്തൊക്കെയോ പറഞ്ഞു പഠിപ്പിക്കുക. ഞാന് ഈ വചനത്തിന്റെ ഒരു ശുശ്രൂഷകനായിരിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നു ദൈവമക്കൾ. ഓരോ ക്ലാസ് എടുക്കുന്നതിന് മുൻപും ഓരോ പ്രസംഗത്തിന് മുൻപും ഇതങ്ങനെ തന്നെയോ എന്ന് നിരവധി തവണ എന്റെ കയ്യിലുള്ള സാധ്യതകളും ഗ്രന്ഥങ്ങളും കമ്പ്യൂട്ടറും ഒക്കെ നോക്കി അതിനുള്ള പഠന സൗകര്യങ്ങളുടെയും പലപ്പോഴായി ഒരുക്കി തന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഇത് തന്നെയാണോ ആത്മാവ് തന്നെയാണോ പറഞ്ഞത്, ഇത് തന്നെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് പലവട്ടം നോക്കി ഉറപ്പ് വരുത്തിയതേ ഞാൻ പറയാറുള്ളൂ. എനിക്ക് ഭയമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഉപദേശം എവിടുന്ന് വന്നു? അത് ദൈവവചനത്തിൽ നിന്ന് വന്നതാണ്. അപ്പൊ ക്രിസ്തീയ സഭയ്ക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഉപദേശം മാത്രമാണ്. അത് തെറ്റിച്ചു പറയുന്നതിനെയാണ് ദുരുപദേശം എന്ന് പറയുന്നത്. ദുരുപദേശം അല്ലാതെ റസലുകാര് മാത്രമല്ല ദുരുപദേഷ്ടാക്കൻ. നമുക്ക് ഓർത്തിരിക്കുന്ന യഹോവ സാക്ഷി അല്ലേ, ശബദുകാരും മാത്രമാണ് ദുരുപദേഷ്ടാക്കൾ. നല്ല ഇതിനകത്ത് നമ്മുടെ വേർപെട്ട സഭകൾക്കകത്ത് ദുരുപദേഷ്ടാക്കൾ കിടക്കില്ല. വചനം തെറ്റിച്ചു പറയും. ഞാൻ അതിലോട്ടൊക്കെ വന്നോളാം വരുന്ന ദിവസങ്ങൾ ക്ലാസ്സുകളില്ലേ. എല്ലാം എനിക്ക് പറയേണ്ടതുണ്ട്, അതിനായി ഉപദേശം എടുത്തത്. അതുകൊണ്ട് ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഉപദേശമാണ് നമുക്ക് വേണ്ടത്. സഭയിൽ പ്രസംഗിക്കേണ്ടത്. നമ്മള് അതുകൊണ്ടാണ് ഈ ജനമേ കേൾക്കുന്നതിന്റെ എല്ലാം പുറകെ പോകുന്നത് എന്നാന്നറിയാമോ? ദൈവസഭകൾ ഉപദേശം പഠിപ്പിക്കുന്നില്ല. ദൈവജനത്തിന് ശരിയായ ഉപദേശം കിട്ടുന്നില്ല. കുറെ കഥകളും കെട്ടുകാഴ്ചകളും കുറെ വിവരണവും കുറെ അതിഭാവുകത്വവും ഒക്കെ ആയി ഒരു ബഹളമുറ സൃഷ്ടിക്കാനാണ് നമ്മുടെയൊക്കെ സഭകളിൽ പലരും ശ്രമിക്കുന്നത്. എന്തോ ഒരു ബാധയിളക്കം പോലെ അല്ലേ, ഏതോ മുകളിൽ നിന്ന് താഴോട്ട് വന്നിട്ട് ബാധ ഇറങ്ങുന്ന പോലെ വന്ന് എല്ലാവരും അങ്ങ് ബഹളം വെക്കുക. തുള്ളലാണല്ലോ നമ്മുടെ പ്രധാന പരിപാടി. ഞാന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഞങ്ങളുടെ മലയാളം മാഷ് പറഞ്ഞ് തുള്ളൽ പ്രസ്ഥാനം തുടങ്ങിയത് കുഞ്ചൻ നമ്പ്യാരാന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ല സാറേ, ഞങ്ങളാ തുള്ളൽ പ്രസ്ഥാനം തുടങ്ങിയത്. നമുക്കിത് ഞാനൊന്ന് ചോദിക്കട്ടെ, 1-ാം നൂറ്റാണ്ടിലെ സഭ ഇത് തന്നെയാണോ ചെയ്തത്? ഒരു നിമിഷം ഒന്ന് ചോദിച്ചാൽ പോരെ. ഇതിനാണോ ആരാധനയെന്ന് അവർ വിളിച്ചത്? ഈ തുള്ള ഇല്ലേ, തുള്ളലിലാണോ നമ്മൾ ആരാധന എന്ന് പറയുന്നത്? നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, തുള്ളുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതും വേദപുസ്തകത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞു. പക്ഷെ അത് മാത്രമല്ല ആരാധന. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ പോരെ. ഇതൊക്കെ തന്നെ ആയിരുന്നു 1-ാം നൂറ്റാണ്ടിൽ ചെയ്തിരുന്നത്. ഇതൊക്കെ തന്നെയാണോ ചെയ്യാൻ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്? ഇങ്ങനെയൊക്കെ പോകാനാണോ അപ്പോസ്തലന്മാർ നമ്മളെ ഉപദേശിച്ചത്? ഒരു നിമിഷം നമ്മൾ ഇതൊന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ നമുക്ക് സത്യത്തിലേക്ക് മടങ്ങി വരാനായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ ഈ രാത്രിയിലെ ഒരല്പം ക്ഷീണിതനാണത് മറ്റൊരു കാര്യം കൊണ്ടാണ്. വളരെ ക്ഷീണത്തോടെയായിരുന്നു ഞാനിന്ന് പ്രവേശിച്ചത്. അത്രയും പോലും എടുക്കാൻ പറ്റുമോന്ന് എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു. അനുകരിച്ചിട്ടില്ല. എന്താ കാര്യം?
എന്താ കാര്യം? അതാ ഈ വാക്യത്തിൽ കിടക്കുന്നത്. ഇവർക്കെല്ലാം